തല മാത്രമേ ഉള്ളൂ. ഒരുപാട് ജവാന്മാർ നമ്മളെ ശരീരവും മനസ്സും ജീവനും കൊടുത്തിട്ടാണ് അവർ നമുക്ക് ഈ സംരക്ഷണം തരുന്നത്. അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു ആർമിക്കാരനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് വിട്ടുപോയപ്പോൾ ദൈവമായിട്ട് വീണ്ടും വേറൊരു രീതിയിലേക്ക് ദൈവമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നൊരു ചാൻസാണ്. എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വിടാൻ ജയേഷേട്ടൻ ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു വെപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയല്ല, അതിൻ്റെ ഐഡിയ കൊടുത്തിരിക്കുകയാണ്. നമസ്കാരം. നമ്മളെയൊക്കെ ഇന്ത്യക്കാരെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് നമ്മുടെ അന്തരിച്ച അബ്ദുൽ കലാമാണ്. അദ്ദേഹം സ്വപ്നം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും സ്വപ്നം കാണുമോ, നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമോ, അതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് വഞ്ചൂർ നഗരൂർ നിവാസിയായ ജയേഷേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹം ഒരു വലിയ സംഭവത്തിൻ്റെ പേറ്റന്റ് സംഘടിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, സിംഗിൾ ബാരൽ ഗണ്ണിൽ 2 മാഗസിൻ ഒരേ സമയം 2 മാഗസിൻ വച്ചതിന് ശേഷം മാനുവലി ഇത് ചേഞ്ച് ചെയ്യാതെ തന്നെ ഒരു മാഗസിൻ എം ടി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ മാഗസിൻ വർക്കാവുന്ന ഒരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിന് പേറ്റന്റ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ജയേഷേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ഇവിടെ നഗരൂർ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. പട്ടാളക്കാരനാവാനായിരുന്നു ആഗ്രഹം, നീ കേട്ടിട്ടുണ്ട്, ശരിയാണോ? അതെ, ആഗ്രഹം ഉണ്ടായിരുന്നു. നടക്കുന്നത് വീട്ടിലൊക്കെ സാഹചര്യങ്ങളുണ്ടാണ് ഒരു സ്വപ്നം ഇല്ലാതായി പോയത്. എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ അത് കമ്മീഷൻ ചെയ്യണമെങ്കിലും ഒക്കെ ഒരുപാട് നൂലാമാലകളുണ്ട്. ഇങ്ങനെ ഈ ഒരു നേരത്തെ തോക്കിലോട് താല്പര്യം ഉണ്ടായിരുന്നു? അല്ല, കാരണം എനിക്ക് പണ്ട് സോൾജിയർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കാരണം ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹങ്ങൾ ഒഴിവാക്കി നിർത്തുമ്പോൾ ദൈവം നമുക്ക് വേറെ ഒരു രീതിയിൽ അതിനേക്കാളും വലിയ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം കൊണ്ട് തരും. അതാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പം ആർമിയിലത്തേക്ക് തന്നെ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം ഇപ്പോഴെൻ്റെ പ്രോജക്റ്റ് ആർമി ഡിസൈൻ ബ്യൂറോയാണ് കൺസേൺ ചെയ്തേക്കുന്നത്. ഞാൻ അവിടെ നിന്നുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി തന്നെയാണ് നിലകൊള്ളണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് കൃഷ്ണി പറഞ്ഞതുപോലെ രാമേശ്വരം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ അതിവികസനമൊന്നും എത്താത്തൊരു ആൾ ജനിച്ചു വിടാവുന്ന അബ്ദുൽ കലാം സാറാണ് നമ്മുടെ സാറ്റലൈറ്റ് വരെ അത്രയും ഡെവലപ്പ് ചെയ്യാനായിട്ടത് നമ്മളെ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തത്. അതേപോലെ നഗരൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ചു വിടാൻ ജയേഷേട്ടൻ ഇപ്പോൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു വെപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുകയല്ല, അതിൻ്റെ ഐഡിയ കൊടുത്തിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചെന്ന് എനിക്കിപ്പോൾ അതൊരു മിറാക്കിളാണ്. എനിക്കൊന്നും അങ്ങോട്ടൊന്നും ക്ലിയർ ആവുന്നില്ല. പക്ഷേ എന്തായാലും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് നമുക്ക് ആ റിസർച്ചിലേക്ക് പോകാൻ ആ ഒരു തോട്ട് നമ്മളെ മനസ്സിൽ തോന്നി. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ അലക്സാണ്ടർ ജേക്കബ് സാറായിരുന്നാലും പ്രവീൺ രാജ് സാറായിരുന്നാലും. അലക്സാണ്ടർ ജേക്കബ് സാറിനെ കണ്ടത് ഞാൻ ഇതിൻ്റെ ബുക്കിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തെ ലൈബ്രറികളെല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ ഈ ബുക്ക് അവൈലബിൾ ആയിട്ട് എങ്ങുമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അജീഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് പോലീസിലുണ്ട്. അപ്പം പുള്ളിയാണ് പറഞ്ഞ അലക്സാണ്ടർ ജേക്കബ് സാറോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാർ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി നമ്പർ വാങ്ങിക്കണം. ഞാൻ സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻകാരൻ പോലും വീട്ടിൻ്റെ അടുത്താണ് പോലീസ്, അവിടെ പോകാൻ പോലും നമുക്ക് പേടിയാണ്. പക്ഷേ എങ്കിലും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി സാറിൻ്റെ നമ്പർ വാങ്ങിച്ചു, സാറിനെ വിളിച്ചു. സാറ് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് തന്ന് ഇന്ന ബുക്കുകൾ പഠിക്കണം. അതിന് ജെയിംസ് വെപ്പൻസ് എന്ന് പറഞ്ഞാൽ ആ ബുക്കിൻ്റെ പേര്, അമേരിക്കൻ ബേസ് കമ്പനിയുടെ ബുക്കാണ്. അപ്പോൾ ആ ബുക്കുകൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. ബുക്കുകൾ പഠിച്ചപ്പോൾ നമ്മളെ ആ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാൻ CSRലെ സയൻറ്റിസ്റ്റ് പ്രവീൺ രാജ് സാറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാറും അതിന് വേണ്ടിയുള്ള പേറ്റൻറ്റ് സമർപ്പിക്കാനായിട്ടുള്ള പേറ്റൻറ്റ് പ്രോസസ്സിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തതാണ്. പേറ്റൻറ്റ് സൗകര്യങ്ങൾ ചെയ്തുന്നത് അത് എന്നെ സാർ കണക്ട് ചെയ്ത് തന്നത് അഡ്വക്കേറ്റ് പ്രശാന്ത്, പേറ്റൻറ്റ് അറ്റോർണി അഡ്വക്കേറ്റ് പ്രശാന്ത് സാറുമായിട്ട് കണക്ട് ചെയ്ത് തന്നു. സാറാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുവരെയുള്ള സ്റ്റിൽ കാര്യങ്ങളെല്ലാം ചെയ്തത്. സാറെല്ലാം നല്ല വൃത്തിയായി തന്നെ പ്രസൻറ്റേഷൻ ചെയ്യുകയും അത് തത്ഫലമായിട്ട് നമുക്കെല്ലാം അതിൻ്റെ ആർഗ്യുമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇതുവരെ പേറ്റൻറ്റ് കിട്ടുന്നവരെല്ലാം ചെയ്തത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മളെ വി മുരളീധരൻ ഫോർമൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സാറ് ഇതുപോലെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. സാറ് എൻ്റെ പേപ്പറെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പ്രസൻറ്റേഷൻ ചെയ്യുകയും തത്ഫലമായിട്ട് ആർമമെൻ്റ് റിസർച്ചിങ് സെൻറ്റർ DRDOയുടെ പൂനെയിൽ ഹെഡിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി പ്രസൻറ്റേഷന് വേണ്ടി. അത് പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അത് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു പേപ്പർ നമ്മളൊരു റിസൾട്ടിങ് പേപ്പറായിട്ടുള്ള ഒരു പേപ്പർ വന്നു. അതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കൺസേൺ ചെയ്തിരിക്കുന്ന ആർമി ഡിസൈൻ ബ്യൂറോയാണ് നമ്മളെ ഡിഫൻസിൻ്റെ. എനിക്കതാണ് പറയുള്ളത്,
ചേട്ടനെ ഇതൊക്കെ വിശദീകരിക്കാൻ വേണ്ടി പൂനെയിലേക്ക് വിളിച്ചിരുന്നു അല്ലേ? ആ ഒരു അനുഭവം ഞാൻ കേട്ടു. അതൊന്ന് വിശദീകരിച്ച് പറയാൻ പറ്റുമോ? ഞാൻ പേടിച്ചാണ് പോയത്. കാരണം അവിടെ ചെന്ന് ഇച്ചിരി നെർവസ്, കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് സാധാരണക്കാരൻ ഒരു മനുഷ്യൻ കയറി പോകുന്നത്. അപ്പോൾ അവിടെ 4-5 ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അവിടെ കയറി ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന് സയൻറ്റിസ്റ്റുകളെല്ലാം വളരെ നല്ല ഇതായിട്ടാണ് ഇത്. പക്ഷേ എങ്കിലും അവരുടെ എന്താ പറയുക, ആ എക്സാമിനേഷൻ നമുക്കൊരു ടഫാണ്. കാരണം എക്സാമിനേഷൻ നമ്മളെ ആ രീതിക്കാണ് എക്സാമിനേഷൻ. കാരണം എല്ലായിടത്തും അതേ കണക്ക് തന്നെയാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോഴത്തേക്കും 100% അതിനുള്ള എക്സാമിനേഷൻ അത്രയും കട്ടിയായിരിക്കും. എന്നാൽ കഴിയുന്ന രീതിക്കുള്ള എല്ലാം ഞാൻ അവിടെ പ്രസൻറ്റേഷൻ ചെയ്തു. കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അവിടെ നിന്നുള്ള എല്ലാ ഫീഡ്ബാക്കും അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ആർമി ഡിസൈൻ ബ്യൂറോ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന വാർത്തയാണ് കേരളത്തിൽ വരെ ചേട്ടനെ പറ്റി അറിയാൻ കഴിയുന്നത്. അതെന്ന് വെച്ചാൽ അത് ഒരു ലോക്കൽ മെക്കാനിക് ഇൻവെൻഷൻ, ഒരു റൈഫിൾ ഇൻവെൻഷൻ ചെയ്തെന്നുള്ള ഇതിലാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഡൽഹിയിൽ നല്ല ഒരു റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ആർമി ഡിസൈൻ ബ്യൂറോ എന്നെ കോൺടാക്ട് ചെയ്തത്. മെയിലിൽ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതുവരെ എന്താണൊക്കെയാണ് നമ്മൾ പ്രൊസീജിയർ സംസാരിച്ചിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ആർമി ഡിസൈൻ ബ്യൂറോ വീണ്ടും കോൺടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഒരു മേഖല ആയതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു റിസർച്ചിങ് ഫീൽഡായതുകൊണ്ട് നമുക്ക് എന്താ പറയാനായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ റിസൾട്ടിങ് അവരെന്നാണ് അവർ നമ്മളെ ഇനി എല്ലാം അവരെ കയ്യിലാണ്. കാരണം നമുക്ക് നമ്മളെ ചെയ്യാമെന്നുള്ളതെല്ലാം മാക്സിമം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർമി ഡിസൈൻ ബ്യൂറോയാണ് ഇപ്പം കൺസേൺ ചെയ്യാനുള്ളത്. എന്താണ് അവരുടെ എന്ത് ഇത് തന്നാലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല എന്താണെന്ന്. എടുത്തിട്ടുണ്ട്. അതെ എനിക്ക് മാത്രമായിട്ടുള്ളൂ. അത് നമ്മളെ നാട്ടിന് വേണ്ടി തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കൊരു രാജ്യസ്നേഹം ഉണ്ടല്ലോ. കാരണം നമുക്ക് നമ്മളെ ഇതും തല മാത്രമേ കൊണ്ടു. ഒരുപാട് ജവാന്മാർ നമ്മളെ ശരീരവും മനസ്സും ജീവനും കൊടുത്തിട്ടാണ് അവർ നമുക്ക് ഈ സംരക്ഷണം തരുന്നത്. അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതിലൂടെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ നാളെ സമയം നേരത്തെ എനിക്ക് ഒരു ആർമിക്കാരനായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് വിട്ടുപോയപ്പോൾ ദൈവമായിട്ട് വീണ്ടും വേറൊരു രീതിയിലേക്ക് ദൈവമായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നൊരു ചാൻസാണ്. അപ്പോൾ ഇതെന്തായാലും ഞാൻ തട്ടിക്കളയില്ല. മാക്സിമം ഞാൻ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കും. എത്ര വർഷം അതിന്റെ പിറകെ കൂടിയിട്ട്? 6 കൊല്ലം ആവും. 6 കൊല്ലം അതിന്റെ പിറകെ കൂടിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ചേട്ടന്റെ വാക്കുകളിൽ ചേട്ടന്റെ ആ ഒരു കണ്ടുപിടുത്തം ചുരുക്കം എന്ന് പറയാമോ? ഇത് ഒരു സിംഗിൾ ബാരൽ ഡബിൾ മാഗസിനാണ്. ഇത് സിംഗിൾ ബാരൽ ഡബിൾ മാഗസിൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ളത് സിംഗിൾ ബാരൽ 1 മാഗസിൻ റൈഫിളാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഡ്യുവൽ മാഗസിൻ ആകുമ്പോഴത്തേക്കും ഒരു മാഗസിൻ്റെ ബുള്ളറ്റ് നമ്മൾ ഫയറിംഗ് സെക്ഷനിൽ കറക്റ്റായിട്ട് ഫയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് മാഗസിൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എക്സാക്റ്റ് പൊസിഷനിലേക്ക് ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇന്റേണൽ ഫീച്ചറിലെ മോഷനെല്ലാം അതിൻ്റെ ആ മോഷനെല്ലാം കറക്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ട്രാവൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ടൈം ഒന്നും കുറവാതെ കറക്റ്റ് എക്സാക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ മാഗസിനിലുള്ള ബുള്ളറ്റ് ഫയറിംഗ് സെഷനിലേക്ക് കറക്റ്റായിട്ട് വരുമെന്നാണ് പ്രത്യേകത. ടൈം ഡ്യൂറേഷൻ വ്യത്യാസപ്പെടത്തില്ല. നമുക്ക് ഇത്തിക്കൂടെ ഒരു വാർ ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് ടെററിസ്റ്റ് ഫീൽഡിലോ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിക്കൂടെ ഒരു അഡ്വാൻസ് കിട്ടും. കാരണം കുറച്ച് സമയത്തിനുള്ളിലാണ് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് സംഭവിച്ച് നമുക്ക് ജവാന്മാർ ഇഞ്ചുറീസ് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിക്കൂടെ ആ ഒരു മേഖലയിൽ ഇത്തിക്കൂടെ ഇത് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്താണെന്ന് അറിയത്തില്ല. ആർമി ഡിസൈൻ ബ്യൂറോ ആണ് ഇതെല്ലാം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കാനുള്ളത്. പിന്നെ ഇനി അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വരും കാലങ്ങളിൽ നമ്മളിൽ നിന്ന് വീണ്ടും, കാരണം നമുക്ക് ചെയ്യുന്ന സപ്പോർട്ട് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം വീണ്ടും ആ ഉത്തരവാദിത്തത്തിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും വേറെ അപ്പോൾ നമുക്ക് വീണ്ടും അതിലേക്ക് ഇതിൽ തന്നെ. കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് കിട്ടും. നമ്മൾ ഇനിഷ്യൽ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും നല്ല വെറുതെ വേണ്ടത്. അപ്പോൾ ആ ഇനിഷ്യൽ സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഉത്തരവാദിത്തങ്ങൾ കൂടും. ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് വീണ്ടും നല്ലൊരു ഇൻവെൻഷനിലേക്കായിരിക്കും അടുത്തതും പോവുക തന്നെ ചെയ്യും. കാരണം നാളത്തെ സമയത്ത് നമ്മളെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും നല്ല പ്രൊട്ടക്ഷനുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമ്മളെ ആർമി ജവാൻ, കാരണം വെച്ചാൽ നമ്മളെ ആർമി ജവാന്മാർ എല്ലാവരും നല്ല വിൽ പവറും നല്ല ബ്രേവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ടെക്നോളജിക്കലായിട്ട് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് സെഷനുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇത്തിക്കൂടെ അവർക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ടുള്ള ഇത്തിക്കൂടെ ഒരു ഇത് കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചേട്ടൻ്റെ ആ വാക്കുകളിൽ തന്നെ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. കാരണം ഇത് മാത്രമല്ല, ഒരു ഇനീഷ്യലായിട്ട് എനിക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഇനിയും ഏറെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ മറുതോണ്ടമ്മലോട് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഭാവിയിൽ ഇന്ത്യൻ ആർമിക്ക് സൈന്യത്തിന് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. മറുതോണ്ടമ്മയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിനോടൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.